Hey. Hi guys. കുറച്ചായി ക്ലാസ്സും ജോലികളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ട്രിപ്പ് പോവാറുണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് ലോങ് ആയിട്ടൊരു ട്രിപ്പ് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ പലരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതും. അങ്ങനെ ഫൈനലി വി ഡിസൈഡ് ടു ഗോ ടു കാശ്മീർ, പാരഡൈസ് ഓൺ എർത്ത്. എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നറിയോ കാശ്മീർ. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും എനിക്ക് തോന്നിയതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. സോ ഞങ്ങൾക്ക് ഈ കാശ്മീർ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. സോമൻസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾ പോയതൊക്കെ. അപ്പം കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങളുടേത്. കരിപ്പൂർ ടു മുംബൈ, ദെൻ മുംബൈ ടു ശ്രീനഗർ. അങ്ങനെ ശ്രീനഗറിലെത്തി വൈകുന്നേരം 5:30 അല്ലെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെത്തി. ഞങ്ങൾ ഏകദേശം ഇത്രയും 25 ആൾക്കാരൊക്കെ ആയിരുന്നു ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നത്. പിന്നെ നൈറ്റ് ഞങ്ങൾ റൂമിലെത്തി, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ടീമിൻ്റെ മാരക ഡാൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം കേരളത്തിന് പുറത്ത് എവിടെ നമ്മൾ യാത്ര ചെയ്താലും അവിടെ ടീമുണ്ട്. ഇവർ ടിവിയിൽ ഇവിടുന്ന് കണ്ടു മറന്ന പാട്ട് കാണുന്ന സിനിമയൊക്കെ ആയിരിക്കും. എന്നാലും ഉണ്ടല്ലോ അവിടെ എത്തിയിട്ട് നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കേനൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഡാൻസ് കളിച്ചാൽ ഒരു സമാധാനമുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ആയിരുന്നു ഇവിടുന്ന്. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡേ കേട്ടോ. ഇപ്പോൾ കാശ്മീരിൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. അപ്പം നമുക്ക് ഓൾറെഡി എന്തായാലും തണുപ്പായതുകൊണ്ട് തന്നെ കയ്യിൽ സ്വെറ്ററും ഗ്ലൗസും ക്യാപ്പും ഒക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും വേണ്ടത്ര തിക്നെസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വാടകയ്ക്ക് എടുക്കണം. ഓക്കെ, അങ്ങനെ അതൊക്കെ സെറ്റായി. നിങ്ങളാ കണ്ട ക്യൂ ഉണ്ടല്ലോ, ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറേ എടുത്തുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട്. പക്ഷേ ഇതല്ലാണ്ട് അവിടെ എത്തിയാൽ ശരിക്കും സത്യം പറഞ്ഞാൽ 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്, അത്ര തണുപ്പിൽ. അങ്ങനെ ഫൈനലി കേബിൾ കാറിൽ ഞങ്ങൾ ഗുൽമാർഗിലേക്ക് എത്തി. ഫുൾ മഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയും മഞ്ഞാണ്. തണുത്ത് പറിച്ച് വരുന്ന ഞങ്ങളാണിത്. എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഞങ്ങൾ കുറേ ആയി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോകണം. കാരണം കുറേ ആൾക്കാർ 10 പഠിക്കുന്നവരുണ്ട്, കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ട്, വേറെ കോഴ്സസ് പഠിക്കുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്ത കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തൊരു ടൈമായിരുന്നു ഈ ഒരു ട്രിപ്പ്. അങ്ങനെ നീണ്ട ഫോട്ടോ വീഡിയോ എടുക്കലുകൾക്കും ശേഷം ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഏപ്രിൽ മാസം കൊണ്ട് തന്നെ വെക്കേഷൻ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു കാശ്മീർ കംപ്ലീറ്റ്ലി. വല്യമ്മ വിളിച്ചൊക്കെ മുൻപ് കാശ്മീർ വന്നുകൊണ്ട് അന്ന് ആ സമയത്ത് ഇത്രയും തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കാശ്മീരിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ വന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് ഇങ്ങനെ തള്ളി മറിക്കുന്ന വല്യമ്മയാണത്. അന്ന് ഇങ്ങനെ പിന്നൊന്നുമില്ല, ഇതെന്താ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയൊരു തള്ളലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം ഞങ്ങൾ കേബിൾ കാറിൽ തന്നെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം നൈറ്റായി. ഞങ്ങൾ നൈറ്റ് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ കുറേ ചിരി പാട്ടൊക്കെ ഇട്ട് അന്ന് ദിവസം നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇത് സെക്കൻഡ് ഡേ ആണ് പെഹൽഗാമിൽ. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് പെഹൽഗാമിലേക്കാണ്. ഫസ്റ്റ് ഞങ്ങൾ ആപ്പിൾ വാലിയിലേക്ക് പോയി. അപ്പം ഏപ്രിൽ മാസമുണ്ട്, ആപ്പിളുകളൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിയിലേക്കൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്നു. സാഫ്രണും കുറച്ച് നട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയി ഗൈസ്. എടുക്കണം ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ വീഡിയോസും ഇതൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാം മറന്നുപോയി. ഓക്കെ, സോ ഇതാ ഞങ്ങൾ അന്നത്തെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ABC ഫിലിമിലേക്കാണ്
ആരുവാലി, ബേത്താവാലി, ചന്ദൻവാലി എന്ന് പറയുന്ന പഹൽഗാമിലുള്ള 3 സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ പോകുന്നത് ഒരു ക്യാബ് വിളിച്ചിട്ടാണ്. അവിടെ തന്നെ ഇങ്ങനെ ഓരോ ക്യാബിൽ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്. ഓക്കെ അല്ലേ? അതെ, നമ്മളെ സായിദ് മസൂദിന്റെ അനിയൻ ഇവിടെ ഉണ്ട്. ചുണ്ടൊക്കെ പൊട്ടി ഭയങ്കര ഡ്രൈ ആണ്. ഞങ്ങളിങ്ങനെ വലിയ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇന്നലെ മുറിലെങ്കിൽ എന്ത് തണുപ്പായിരുന്നില്ല, ഇന്നും ഇവിടെ അത്ര തണുപ്പൊന്നുമില്ല. കുറച്ച് നല്ലൊരു ക്ലൈമറ്റ് ആയ നല്ല ക്ലൈമറ്റ് ഇൻ ദ സെൻസ് അതേസമയം വലിയ തണുപ്പില്ലല്ലോ എന്ന് ഞങ്ങളിങ്ങനെ പറയുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഇതിനുള്ളിൽ വണ്ടിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഗുൽമർഗിനെ അപേക്ഷിച്ചുള്ള തണുപ്പൊന്നും ഉണ്ടാവില്ല, അതിനൊപ്പം കൂടുതൽ തണുപ്പാണെന്നാണ് ഞങ്ങൾ ഫീൽ ചെയ്തത്. ഭയങ്കര തണുപ്പായിരുന്നു. സോ ഫസ്റ്റ് ഞങ്ങൾ പോയത് ആരുവാലിയിലേക്കാണ്. ഇതാണ് ആരുവാലി. നമുക്ക് ഇവിടുന്ന് ഈ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ 2 ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ ആരുവാലിയിലും ഉണ്ട്, പിന്നെ നമ്മളെ ഷിക്കാര റൈഡ് അവിടെയുണ്ട്. ഇങ്ങനെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഞങ്ങളോട് പറഞ്ഞിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം. പക്ഷേ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഞങ്ങളൊന്നും വേണ്ട, ഷിക്കാര റൈഡിന് മുമ്പ് എടുക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയാണല്ലോ. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഫോട്ടോസ് എടുത്തു, പക്ഷേ ഡ്രസ്സിൽ എടുക്കൊന്നും എടുക്കാൻ നിന്നില്ല. സോ ഇതാണ് ചന്ദൻവാലി. നമ്മൾ ABC വാലി എന്നാണ് പറയുമെങ്കിലും ഫസ്റ്റ് ആരുവാലി പോയി ചന്ദൻവാലി പോയിട്ടാണ് ബേത്താവാലിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ബേത്താവാലി. മറ്റു 2 പ്ലേസിനും വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. പിന്നെ ഈ സ്ഥലത്തു നിന്നെല്ലാം കാശ്മീരി കാവ കിട്ടും. മറ്റേ നല്ല ചൂടുള്ള ബദാമൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചായ കിട്ടും. ഭയങ്കര സുഖമാണ് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള അങ്ങനത്തെ സാധനം കഴിക്കുമ്പോഴല്ലോ നല്ല ഒരു ഫീലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പഹൽഗാമിലെ കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ ഇതിലും കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ ബൈ.